ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വീഡിയോ കുറച്ച് ലേറ്റായി. സോറി, ഐ കുഡൻറ്റ് ഡു ഇറ്റ് ഓൺ ടൈം. നമ്മൾക്ക് എല്ലാവർക്കും ചില ദിവസങ്ങളുണ്ടാവില്ലേ, നമ്മളുടെ മനസ്സ് ശരിയല്ല എന്ന് തോന്നുന്ന ദിവസങ്ങളും അല്ലെങ്കിൽ മെൻ്റലി എക്സോസ്റ്റഡ് ആണ് എന്നൊക്കെ തോന്നുന്ന ദിവസങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം കടന്നു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ജസ്റ്റ് നമ്മളുടെ മൈൻഡിനെ കാമാക്കാനും നമ്മളുടെ ആ എക്സോഷൻ മാറാനും ഒക്കെ ആയിട്ട് ഒരു 5 മിനിറ്റുള്ള ബ്രീത്തിങ് എക്സസൈസസ് ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ചില സമയത്ത് നമ്മളുടെ ശ്രദ്ധ നമ്മുടെ ബ്രീത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ എനർജി തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ കാം ചെയ്യാനും ഹെൽപ്ഫുള്ളാക്കും. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു ബ്രീത്തിങ് ആണ്. സോ നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് ഒപ്പം ഇരുന്ന് ബ്രീത്തിങ് ചെയ്യാം. ഇതിന് ഒരു എഫേർട്ടും ആവശ്യമില്ല, ഒരു പ്രഷറും ആവശ്യമില്ല. നിങ്ങളുടെ പ്രസൻസ് മാത്രമാണ് ഇതിനാവശ്യം. സോ വെറും നിങ്ങളുടെ ദിവസത്തിലെ 5 മിനിറ്റ് ഇതിനേക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കൂ. നമ്മൾക്ക് മൈൻഡിനെ കാമാക്കാനും നമ്മളെ തന്നെ ബെറ്റർ ആക്കാനും ഇത് ഹെൽപ്ഫുള്ളാവും. നിങ്ങൾക്ക് കാമിങ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ നിങ്ങൾക്ക് ഇരിക്കാം. സുഖാസനയിലോ വജ്രാസനയിലോ സിദ്ധാസനയിലോ പത്മാസനയിലോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ചെയറിൽ തന്നെ നിങ്ങൾക്ക് ഇരിക്കാം. എവിടെയാണ് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് വെച്ചാൽ അവിടെ ഇരിക്കുക. നമുക്ക് തുടങ്ങാം. ഇനി നിങ്ങൾ ഇരുന്ന ശേഷം കണ്ണുകൾ അടയ്ക്കുക. അതിനുശേഷം ഷോൾഡർ റിലാക്സ് ചെയ്ത് വെക്കുക. ഇനി നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുക, ഒരു പ്രഷറും ഇല്ല. ബ്രീത്ത് ഇൻ ചെയ്യൂ, ബ്രീത്ത് ഔട്ട് ചെയ്യൂ. Inhale and exhale normally for a minute. ഇനി നമുക്ക് ഈക്വലൈസിങ് ബ്രെത്ത് ചെയ്യാം. അതായത് യോഗേന്ദ്ര പ്രാണായാമ 1 ഓർ സമവിത്രി പ്രാണായാമ. അപ്പം നമ്മൾ കൗണ്ട് ഓഫ് 4 വരെ നമ്മൾ ഇൻഹേൽ ചെയ്യും, അതുപോലെ തന്നെ കൗണ്ട് ഓഫ് 4ൽ നമ്മൾ എക്സെയിൽ ചെയ്യും. സോ ഞാൻ ആദ്യമെല്ലാം 1 2 3 4 പറയാം, പിന്നെ ഞാൻ ഇൻഹേൽ ആൻഡ് എക്സെയിൽ എന്ന് പറയും. അത് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം നമുക്ക് നിശബ്ദതയിൽ തനിയെ തന്നെ ബ്രീത്തിങ് ചെയ്യാം അതേ പാറ്റേണിൽ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ ലങ്സ് കപ്പാസിറ്റി വർദ്ധിക്കാനും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യാനും മൈൻഡിനെ ബാലൻസ് ചെയ്യാനും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. സ്റ്റാർട്ട് ചെയ്തോളൂ. ഇത് നമുക്കൊരു 2 മിനിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് തുടങ്ങാം. സോ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നമുക്ക് 4 കൗണ്ടിൽ ഇൻഹേൽ ചെയ്യാം. 1 2 3 4. Exhale 4 count. 1 2 3 4. Inhale 1 2 3 4. Exhale 1 2 3 4. Without 1 2 3 4 counting, I will just say inhale
ആൻഡ് എക്സെയിൽ. 1 2 3 4 കൗണ്ട് പറയാതെ സ്ലോലി ഇൻഹെയിലും എക്സെയിലും ചെയ്യുക. ഇനി നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. ഇനി പതുക്കെ കണ്ണുകൾ തുറക്കാം. ഇനി നമ്മുടെ ശ്രദ്ധ നമ്മുടെ വയറിലേക്ക് കൊണ്ടുവരിക. വയറിൽ നമ്മളുടെ കൈ നമ്മുടെ വയറിൽ വയ്ക്കാം. ഇനി ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഡീപ്പായി ഇൻഹെയിൽ ചെയ്ത് നമ്മുടെ വയർ കുറേ പുറത്തേക്ക് വരുത്തുക. ദെൻ സ്ലോലി എക്സെയിൽ ചെയ്യുമ്പോൾ വയർ ഉള്ളിലേക്കും പോകണം. അപ്പം നമ്മളുടെ ശ്രദ്ധ വയറിൽ തന്നെ ആവുക. വയർ പുറത്തേക്ക് വരുന്നു, അതേപോലെ തന്നെ ഉള്ളിലേക്ക് പോകുന്നു. പ്രസൻസ് ബ്രീത്തിൽ മാത്രം വെച്ചാൽ മതി. ശ്രദ്ധ മുഴുവനും നിങ്ങൾ ശ്വാസോച്ഛ്വാസത്തിൽ തന്നെ കേന്ദ്രീകരിക്കുക. ഇത് യോഗേന്ദ്ര പ്രാണായാമ 2 ആണ്. അതേപോലെ തന്നെ അബ്ഡോമിനൽ ബ്രീത്തിങ്ങും ഇതിനെ പറയും. ഇത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും സ്ട്രെസ്സും ആങ്സൈറ്റി എല്ലാം കുറയ്ക്കാനും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ ഡയജഷനും ഇത് നല്ലതാണ്. എന്നാൽ നമുക്ക് തുടങ്ങാം. ക്ലോസ് യുവർ ഐസ്. ഡീപ് ബ്രീത്ത് ചെയ്യൂ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ and breathe out. Breathe in and breathe out. Breathe in and breathe out. Breathe in and breathe out. ഇനി നിങ്ങൾക്ക് സ്വയമായി ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് 5 മിനിറ്റ് ഓഫ് ബ്രീത്തിങ് മാത്രമേ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ചില ദിവസങ്ങൾ നമുക്ക് ലോ എനർജി ആയിരിക്കും. ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. അപ്പം നമ്മൾ ഒരു ഫ്യൂ മൊമെൻറ്റ്സ് നമ്മൾ സൈലൻസിലിരിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ അത് നമ്മളെ ഹെൽപ്ഫുള്ളായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ബ്രീത്തിങ് കൂടി ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ബ്രിങ് യുവർ എനർജി ബാക്ക്. ഇനി നിങ്ങൾ തന്നെ സ്വയം ഒന്ന് നോക്കൂ. നിങ്ങൾക്ക് ഗ്രൗണ്ടഡ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളായിട്ടുണ്ടോ എന്ന് സ്വയം തന്നെ ചിന്തിക്കൂ. ഇപ്പം നമ്മളിങ്ങനെ ലോ എനർജി ഫീൽ ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിനെ ശാന്താക്കാനും നമുക്ക് ബെറ്റർ ആവാനും വേണ്ടിയിട്ട് ഈ ബ്രീത്തിങ് ടെക്നിക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം.
ഇന്നത്തെ ഈ ഷോർട്ട് എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. See you soon.